പിന്നെ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് മീറ്റും ഫിഷും ഒക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. വെജിറ്റബിൾസ് കുറവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ കുവൈറ്റി ഫാമിലീസൊക്കെ കൂടുതലും എന്താ പറയുന്നത്, ഫാസ്റ്റ് ഫുഡിനോടാണ് അവർക്ക്. ഒരു ഹെൽത്തി ആയിട്ടൊരു ഫുഡിങ് സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാസ്റ്റ് ഫുഡാണ് കുട്ടികൾക്ക് വരെ അവർ കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെ ഒരു പടം നയിക്കുന്ന പടനായകനെ കൂട്ട് നമ്മുടെ അണ്ണൻ മുമ്പേ നടക്കുവാണ്, ഞാൻ പുറകെയും. അങ്ങനെ നമ്മുടെ പച്ചക്കറി സെക്ഷനിലെ ആ ഒരു മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് മീറ്റ് ഷോപ്പുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ആദ്യം കാണുന്ന കടയിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടയിൽ തന്നെ നമുക്ക് മാനിറച്ചിയൊക്കെ അവൈലബിൾ ആണ്. 8 KD ആണ് മാനിറച്ചിയുടെ വില വരുന്നത്. ഞാൻ ഒരു വർഷത്തിന് മുമ്പാണ് മാനിറച്ചി മേടിച്ചത്. ഇപ്പോൾ വില കൂടിയോന്നറിയില്ല. അതായത് 2500 രൂപയോളം വരും നമ്മുടെ നാട്ടിൽ. പക്ഷെ നമുക്ക് നാട്ടിൽ അവൈലബിൾ അല്ല മാനിറച്ചി പോലുള്ള മീറ്റ്സൊക്കെ. പിന്നെ ഒട്ടകം, ബീഫ്, അങ്ങനെ എല്ലാ മീറ്റ്സും തന്നെ, ആട്, ഓസ്ട്രേലിയൻ ആട്, കോഴി, അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ മീറ്റ് ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നടന്ന് ഫിഷ് മാർക്കറ്റ് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിതാ രാവിലെ ഫിഷ് മാർക്കറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ച് ഈജിപ്ഷ്യൻസ് ഒക്കെ ഉണ്ട്. ഈ കൊട്ടകളിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പങ്കുകളാണ്. കൂടുതലും ഇന്ത്യക്കാരാണ് ഇവിടെ മീൻ സെയിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് മീറ്റ് ഷോപ്പുകളിലായാലും ഈജിപ്ഷ്യൻസ് ഒരുപാടുണ്ട്. ഇവിടെ തന്നെ ഈ പങ്ക് കച്ചവടമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ ഇത്തിരി വലിയ പങ്ക് കച്ചവടം ചെയ്യുന്ന, മെയിനായിട്ടുള്ള വലിയ പങ്ക് കച്ചവടം ചെയ്യുന്ന ഈജിപ്ഷ്യൻസാണ്. ഇന്ത്യൻസും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ഇവിടെയുള്ള കച്ചവടക്കാരിൽ ഭൂരിഭാഗവും, സ്റ്റാളുകളിൽ നിൽക്കുന്ന ഭൂരിഭാഗവും ഇന്ത്യൻസാണ്. അപ്പോൾ നമ്മുടെ അണ്ണൻ പുള്ളിയോട് സംസാരിച്ച് മീൻ വാങ്ങാനായിട്ട് നോക്കുവാണ്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഫിഷ് മാർക്കറ്റിൻ്റെ അങ്ങേ സൈഡിലാണ്. ഇവിടെ നമുക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കാണാം. അതായത് ഈ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഫിഷ് മേടിച്ച് അവിടെ തന്നെ അവർ ക്ലീൻ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തും മറ്റും കഴിക്കാനായിട്ട് നമുക്കിവിടെ സപ്ലൈ ചെയ്യുന്നതാണ് അവർ. അതുപോലെ ആ സൈഡിൽ കാണുന്നത് ബോട്ടാണ്, ഫിഷിംഗ് ബോട്ട്സാണ്. ആ ബോട്ടിലൊക്കെ പോയിട്ട് മീൻ പിടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് മീൻ വിൽക്കുന്നത്. ഒക്കെ തിരിച്ച് നമ്മൾ അണ്ണൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ മീൻ കണ്ടിഷ്ടപ്പെട്ടു. അണ്ണനോടൊരു ചെറിയ പങ്ക് മേടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അണ്ണൻ്റെ മറ്റൊരു സുഹൃത്ത് വിളിച്ചിട്ട് അയാൾക്കും കുറച്ച് മേടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ പുള്ളിയോട് സംസാരിച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്തു. അത് മേടിച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഈ മാർക്കറ്റിൽ കൂടുതലും കാണാൻ കഴിയുന്ന ഇന്ത്യൻസിനെയാണ്. ഇന്ത്യൻസ് മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാനി, ഫിലിപ്പീനി, സിറിയ, ശ്രീലങ്ക, നേപ്പാൾ, അങ്ങനെ എല്ലാ രാജ്യക്കാരും തന്നെ ഇവിടെ വന്ന് മീൻ